രാജ്യത്ത് കാഴ്ച നഷ്ടപ്പെടുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായി ഡയബറ്റിക് റെറ്റിനോപ്പതി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് ആരോഗ്യ വിദഗ്ധർ. അന്ധത ബാധിക്കുന്നതുവരെ ഈ അവസ്ഥ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നതായും ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു. എയിംസിലെ RP സെന്റർ നടത്തിയ സർവേ പ്രകാരം 50 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള ജനസംഖ്യയുടെ ഏകദേശം 12% പേർക്ക് പ്രമേഹമുണ്ടായിരുന്നു. അവരിൽ ഏകദേശം 17% പേർക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടായിരുന്നുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ദീർഘകാലം നിലനിൽക്കുന്ന പ്രമേഹ രോഗത്തിന്റെ സങ്കീർണാവസ്ഥ കണ്ണിന്റെ നേത്രാന്തര പടലത്തിലെ രക്തക്കുഴലുകളെ ബാധിച്ച് റെറ്റിനയുടെ ശരിയായ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന ഒരു രോഗമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. റെറ്റിനോപ്പതിയുടെ ആദ്യഘട്ടങ്ങളിൽ രോഗിക്ക് ഏതൊരു രോഗലക്ഷണങ്ങളും അനുഭവവേദ്യമാകണമെന്നില്ല. അതിനാൽ തന്നെ പലപ്പോഴും റെറ്റിനോപ്പതി നിർണയിക്കപ്പെടാനുള്ള സാധ്യതയും കുറവാണ്. പലപ്പോഴും കാഴ്ചക്കുറവാണ് രോഗികൾ ശ്രദ്ധിക്കുന്ന ആദ്യ ലക്ഷണം. ഇത് മിക്കവാറും സംഭവിക്കുന്നത് നീർക്കെട്ട് വരുന്ന അവസ്ഥയിലാണ്. കണ്ണിന് മുമ്പിൽ ഒരു തിരശീല വീഴുന്നത് പോലെ തോന്നുന്നത് സാധാരണയായി ഗുരുതരമായ രോഗാവസ്ഥയിൽ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് എന്ന അവസ്ഥ സംഭവിക്കുമ്പോഴാണ്. രക്തസ്രാവം ഉണ്ടാകുമ്പോൾ കണ്ണിന് മുമ്പിൽ ചുവന്ന തിരശീല വീഴുന്ന പോലെ രോഗിക്ക് അനുഭവപ്പെട്ടേക്കാം. ഇതെല്ലാം ഗുരുതരമായ രോഗലക്ഷണങ്ങളാണ്. രാജ്യത്ത് പ്രമേഹം ഇതിനോടകം ഒരു മഹാമാരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഡയബറ്റിക് റെറ്റിനോപ്പതി ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി ഉയർന്നു വരികയാണ്. രാജ്യത്തെ കാഴ്ച വൈകല്യത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. ഡൽഹി എയിംസിലെ ഡോക്ടർ പ്രവീൺ വസിഷ്ഠ് പറഞ്ഞു. പ്രമേഹ രോഗികളിൽ വളരെ സാധാരണവും ഗുരുതരവുമായ സങ്കീർണതകളിൽ ഒന്നാണ് ഡയബറ്റിക് റെറ്റിനോപ്പതിയെന്നും മാത്രമല്ല കാഴ്ച നഷ്ടപ്പെടുന്നതുവരെ ഇത് തിരിച്ചറിയപ്പെടാതെ പോകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹെൽത്ത് മാക്സ് മലയാളം.